പുറത്ത് മഴ തോർന്നിരുന്നു. ആകാശം തെളിഞ്ഞു വന്നു. അതുപോലെ ഒരു പുതിയ പ്രകാശം പരന്നു. പുതിയൊരു തുടക്കത്തിന് വേണ്ടിയുള്ള പ്രകാശം. അവർക്കുള്ളിലെ വികാരങ്ങൾക്ക് ശബ്ദമുണ്ടായിരുന്നില്ല, വാക്കുകളുണ്ടായിരുന്നില്ല. പകരം ഒരു പുതിയ സ്നേഹത്തിൻ്റെ നിറവ് മാത്രം. ഒരു അച്ഛൻ്റെ സ്നേഹം, അമ്മയുടെ വാത്സല്യം. സ്വന്തം വയറ്റിൽ പേറിയില്ലെങ്കിലും തീർത്തിയുടെ ഉള്ളിൽ ഒരു അമ്മയുടെ വാത്സല്യം തിരതല്ലി. മാധവാണെങ്കിൽ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ലോകം അവൻ്റെ മുന്നിൽ തുറന്നു. നടപടികളെല്ലാം പൂർത്തിയാക്കി അവർ മഴയെ ചേർത്ത് കാറിലേക്ക് നടന്നു. കുഞ്ഞു മഴയെ തീർത്ത നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ ഹൃദയതാളം ആ കുഞ്ഞി കാതുകൾക്ക് താരാട്ടായി. തീർത്ത മെല്ലെ വിരലുകൾ ആ കുഞ്ഞിൻ്റെ കുഞ്ഞി കൈകളിൽ കോർത്തു. ഒരു മിന്നൽ പിണർ പോലെ ഒരു വികാരം അവളുടെ ശരീരത്തിലൂടെ കടന്നുപോയി. ഇത് ഞങ്ങളുടെ കുഞ്ഞാണ്, ഞങ്ങളുടെ മാത്രം കുഞ്ഞ്. അവളുടെ മനസ്സ് മന്ത്രിച്ചു. കാറിനടുത്തെത്തിയ മാധവ് ബാക്ക് ഡോറ് അവർക്കായി തുറന്നു കൊടുത്തു. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കാറിലേക്ക് കയറി. കാറിലേക്ക് കയറുന്ന വഴി കുഞ്ഞിൻ്റെ കവളിൽ മാധവ് വാത്സല്യത്തോടെ തട്ടി. ആ ചുവന്ന കവളിൽ അമർത്തി ചുംബിക്കാൻ അവൻ്റെ ഹൃദയം തുടിച്ചു. കാറിലേക്ക് കയറിയ മാധവ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കണ്ണാടിയിലൂടെ അവളെ നോക്കി. തീർത്തിയുടെ കണ്ണുകളിൽ ചെറിയ നനവ് പടർന്നിരുന്നു. സന്തോഷത്താൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വീട്ടിലേക്കുള്ള വഴിയിൽ തീർത്ത കുഞ്ഞിൻ്റെ കുഞ്ഞു വിരലുകളിൽ ചുംബിച്ചു. ഉറക്കത്തിൽ മഴ മെല്ലെ ചിരിച്ചപ്പോൾ ആ ചിരി അവളുടെ ഹൃദയത്തിൽ ഒരു സംഗീതം പോലെ ഒഴുകി നിറഞ്ഞു. ഇവൾ നമ്മുടേതാണ് മാധവേട്ട. തീർത്തിയുടെ വാക്കുകൾ ഇടറി. നമ്മുടേത് മാത്രം. അവൻ മെല്ലെ പുഞ്ചിരിച്ചു. അതെ, നമ്മുടേത് മാത്രം. അവളുടെ ഹൃദയം മെല്ലെ പറഞ്ഞു. അപ്പോഴും മഴ അമ്മയുടെ ചൂടേറ്റ് നല്ല ഉറക്കത്തിലായിരുന്നു. പടിവാതിൽ കടന്നപ്പോൾ വീടിനൊരു പുതിയ ഉണർവ് വന്നതുപോലെ അവർക്ക് തോന്നി. തീർത്തയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാധവ് അകത്തേക്ക് കയറി. തനിക്കൊരു പൂർണ്ണത വന്നതുപോലെ അവന് തോന്നി. ശരീരത്തിലെ ഓരോ അണുവും സന്തോഷത്താൽ തുടിക്കുന്നത് പോലെ. അവർ നേരെ പോയത് കുഞ്ഞിനായി ഒരുക്കി വെച്ചിരിക്കുന്ന മുറിയിലേക്കാണ്. ആ മുറി അവർ ഒരുപാട് സ്നേഹത്തോടെ ഒരുക്കിയതാണ്. വർണ്ണാഭമായ കളിപ്പാട്ടങ്ങളും ചിത്രങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ആ മുറിയിൽ കാത്തിരുന്നു. അപ്പോഴേക്കും കുഞ്ഞ് ഉണർന്നിരുന്നു. തീർത്തിയുടെ മുഖത്തേക്ക് കുഞ്ഞിക്കണ്ണുകൾ ചിമ്മി ഒരു നിമിഷം നോക്കി. പിന്നെ പല്ലില്ലാത്ത മോണ കാട്ടി പാൽ പുഞ്ചിരി പൊഴിച്ചു. മാധവിൻ്റെയും തീർത്തയുടെയും ഹൃദയം മഞ്ഞുപോലെ അലിഞ്ഞുപോയി. ഇരുവരും ആ കുഞ്ഞിക്കവളിൽ അമർത്തി ചുംബിച്ചു. അവരുടെ ഹൃദയത്തിൽ ഒരു സ്നേഹത്തിൻ്റെ അഗ്നി ആളിക്കത്തി. മഴ കളിപ്പാട്ടങ്ങളിലേക്ക് നോക്കി. കുഞ്ഞിക്കൈകൾ നീട്ടിയപ്പോൾ മാധവ് ഒരു കളിപ്പാട്ടം എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. ആ കുഞ്ഞിക്കണ്ണുകൾ തിളങ്ങുന്നത് ഇരുവരും അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. പിന്നീട് ശിവു വരുന്നത് വരെയുള്ള കാത്തിരിപ്പായിരുന്നു. മഴയെ ആദ്യമായി കാണുമ്പോൾ അവളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് തീർത്ത മനസ്സിൽ ആലോചിച്ചു കൊണ്ടേയിരുന്നു. എന്താടോ താൻ ആലോചിച്ചു കൂട്ടുന്നത്? സിറ്റൗട്ടിലേക്ക് വന്ന മാധവ് അവൾക്കരികിൽ വന്നിരുന്നു. അല്ല, ഞാൻ ശിവുവിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു, തീർത്ത പറഞ്ഞു. അവളെ നമ്മൾ അവഗണിക്കുമോ എന്ന് പേടിക്കുമെന്നാണോ? മാധവ് ചോദിച്ചു. അതെ, ഇത്രയും നാൾ അവളായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞ്. പെട്ടെന്നൊരാൾ ഇങ്ങനെ വരുമ്പോൾ അവൾ അതെങ്ങനെ ഉൾക്കൊള്ളുമെന്നോർത്ത് എനിക്ക് പേടിയുണ്ട്, തീർത്ത നേർത്ത അങ്കലാപ്പോടെ പറഞ്ഞു. ഇത്ര നാളല്ല, ഇപ്പോഴും അവൾ നമ്മുടെ കുഞ്ഞാണ്. മഴ നമ്മുടെ സെക്കൻഡ് ബേബിയാണ്. രണ്ടുപേരും നമുക്ക് ഒരേപോലെയാണ്. പിന്നെ ആദ്യത്തെ ബേബിയോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടാകും, അത്രയേ ഉള്ളൂ. മാധവിൻ്റെ വാക്കുകൾ തീർത്തിക്ക് ആശ്വാസമേകി. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശിവു എത്തി. എന്താ രണ്ടുപേരും സിറ്റൗട്ടിൽ? ചെരുപ്പഴിച്ച് വെച്ച് സിറ്റൗട്ടിലേക്ക് കയറിക്കൊണ്ട് അവൾ ചോദിച്ചു. ചുമ്മാ. തീർത്ത ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി. മാധവേട്ട ഇന്ന് പോയില്ലേ? അവൾ മാധവിനെ നോക്കി. ഇല്ല. മാധവ് കണ്ണുറുക്കി കാണിച്ചു. ആണോ? എന്താ ഓപ്പേ കഴിക്കാൻ? എനിക്ക് വല്ലാതെ വിശക്കുന്നു. മാധവിൻ്റെ തലമുടിയിലൊന്ന് തഴുകി തീർത്തിയുടെ കൈയും പിടിച്ച് അവൾ അകത്തേക്ക് നടന്നു. പിറകെ മാധവൻ ചെന്നു. ഹാളിലേക്ക് കയറിയ ശിവു ഒരു നിമിഷം സ്തബ്ധയായി നിന്നുപോയി. ഹാളിലെ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന മഴയെ കണ്ട് അവൾ ആശ്ചര്യത്തോടെ ഓടിച്ചെന്നു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ നിറഞ്ഞു വന്നു. നിറകണ്ണുകളോടെ അവൾ ആ കുഞ്ഞിനെയും ഓപ്പോളിനെയും മാറി മാറി നോക്കി. മഴ, തീർത്ത മെല്ലെ പറഞ്ഞു. ഒന്നും പറയാതെ ശിവു തീർത്തയെ ചുറ്റിപ്പിടിച്ചു. അവളുടെ നെഞ്ചിൽ മുഖമമർത്തി. അയ്യേ, ഇതെന്താ ഈ കാണിക്കുന്നത്? ശിവുക്കുഞ്ഞ് കരയാണോ? മാധവ് അവളുടെ നെറുകയിൽ തഴുകി. എപ്പോഴാ വന്നേ? കരച്ചിലടക്കിക്കൊണ്ട് ശിവു ചോദിച്ചു. രാവിലെ കൊണ്ടുവന്നു.
മാധവ് പറഞ്ഞു. എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത്? നേരിയ പരിഭവത്തോടെ ശിവു ചോദിച്ചു. സർപ്രൈസ് തരാനായിട്ട്. മാധവ് താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. മഴ. ശിവു ഒരൽപ്പം കുനിഞ്ഞ് കുഞ്ഞിനെ കവളിൽ തൊട്ടുകൊണ്ട് മെല്ലെ വിളിച്ചു. സന്തോഷം കൊണ്ട് അവളുടെ ഹൃദയം നിറഞ്ഞൊഴുകി. ചെറിയ കൈവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് കുഞ്ഞിളം ചുണ്ടുകൾ മെല്ലെ അനക്കി. ശിവു വാത്സല്യത്തോടെ കുഞ്ഞിക്കവളുകളിൽ മെല്ലെ തലോടി. മഴ കുഞ്ഞിക്കണ്ണുകൾ ചിമ്മി ഒരു നിമിഷം കണ്ണുകൾ തുറന്നു. ആ ചെറിയ കറുത്ത കണ്ണുകൾ ശിവുവിനെ നോക്കി. ഒരു പുഴ ഒഴുകുന്നത് പോലെ അവൾക്കുള്ളിൽ ഒരു പുതിയ സ്നേഹം നിറഞ്ഞു. തൻ്റെ ലോകം ചെറുതാവുകയാണോ എന്നായിരുന്നു അവൾ ഭയന്നിരുന്നത്. പക്ഷേ തൻ്റെ ലോകം വലുതാകുകയാണെന്ന് ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞു. തനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ, ഒരുമിച്ച് ചിരിക്കാൻ, ഒരുമിച്ച് കളിക്കാൻ. ഇനി എനിക്കൊരു അനിയത്തിയുമുണ്ട്. ശിവു മനസ്സ് തുറന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയും മാധവും തീർത്തയും പങ്കുചേർന്നു. അന്ന് രാത്രി അവർ മഴയെ അവരുടെ കിടക്കയിൽ കിടത്തി. ഒപ്പം ശിവുവും ഉണ്ട്. 4 പേരും ചേർന്ന് കിടന്നു. പകൽ നല്ലതുപോലെ ഉറങ്ങിയത് കൊണ്ടാകണം മഴ നല്ല കളിയിലാണ്. അവൾ അവളുടെ ഭാഷയിൽ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. മാധവനും തീർത്തയ്ക്കും ശിവുവിനും സ്വർഗം കിട്ടിയതുപോലെയുള്ള സന്തോഷമാണ്. അവർ ആ കുഞ്ഞിക്കുസൃതികൾ ആസ്വദിച്ചു. സമയം പോകുന്നത് അവർ അറിയുന്നുണ്ടായിരുന്നില്ല. രാത്രിയുടെ ഏതോ യാമത്തിൽ മഴ മാധവിൻ്റെ നെഞ്ചിൽ തലചായ്ച്ചുറങ്ങി. തീർത്ത അവൻ്റെ തോളിൽ തലവെച്ച് മറുകൈകൊണ്ട് ശിവുവിനെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ശിവു ഉറങ്ങിയിരുന്നു. ആ നിമിഷം അവർ പരസ്പരം നോക്കി. അവർക്കിടയിൽ വാക്കുകളുടെ ആവശ്യമില്ലായിരുന്നു. മൗനം വാചാലമാകുന്ന നിമിഷങ്ങളായിരുന്നു അത്. നമ്മുടെ ചിത്രം പൂർണ്ണമായിരിക്കുന്നു. നിറങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇവിടം സ്വർഗമായിരിക്കുന്നു. 2 കുഞ്ഞു മാലാഖമാരുള്ള കുഞ്ഞു സ്വർഗം. ഇത് ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. രക്തബന്ധത്തേക്കാൾ ആഴമുള്ള, ആത്മാവുകളെ ബന്ധിപ്പിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ബന്ധം. അവളുടെ സ്വപ്നവും പ്രതീക്ഷയും സഫലമായിരിക്കുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. മഴ അവരിൽ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. തീർത്തയും മാധവും ശിവുവും ആ സ്നേഹമഴയിൽ നനഞ്ഞുകൊണ്ടിരുന്നു. സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കുസൃതിയുടെയും നേർത്ത കുളിർ അവരുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. ഇതേ സമയം മാധവ് കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത കാര്യം മേലെടുത്തറിഞ്ഞിരുന്നു. ജാനകിക്ക് കുഞ്ഞിനെ കാണാൻ പോവണമെന്നുണ്ടെങ്കിലും ചിന്നുവും കുഞ്ഞും അവിടെ ഉള്ളതുകൊണ്ട് അതിന് സമയം കിട്ടിയില്ല. പാർവതിയാണെങ്കിൽ ആകെ നിരാശയിലായിരുന്നു. അവർ മനസ്സുരുകി ആ കുഞ്ഞിനെയും തീർത്തയും ശപിച്ചുകൊണ്ടിരുന്നു. നമുക്കൊന്ന് പോയി കാണണ്ടേ? അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹൻ ആ വിഷയം എടുത്തിട്ടത്. ആരെ? മഹി ചോദിച്ചു. മാധവിൻ്റെ കുഞ്ഞിനെ. ഇനിയും വഴക്കും വാശിയും വെച്ചുകൊണ്ടിരിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം, മോഹൻ പറഞ്ഞു. എല്ലാവരുടെയും ശ്രദ്ധ പാർവതിയിലായി. പോയി കാണേണ്ടവർക്ക് പോകാം. എൻ്റെ മനസ്സ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. എൻ്റെ മകൻ്റെ ചോരയിൽ പിറക്കാത്ത ഒന്നിനെയും ഞാൻ അംഗീകരിക്കുകയുമില്ല. അതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി.